ഇന്ത്യ, ചൈന, റഷ്യ പുതിയ സഖ്യം വരുന്നു എന്നത് നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലാർക്കും ഒരു മറിച്ചഭിപ്രായമുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ ചൈനയെ ഒരിക്കലും നമ്പാൻ കൊള്ളില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ചൈന ഇപ്പോൾ ചില നീക്കങ്ങൾ നടത്തുന്നത് ലോകത്തെ തന്നെ ചൈനയുടെ കാൽ കീഴിൽ കൊണ്ടുവരാനും ചില മേഖലകൾ ചൈനയ്ക്ക് മാത്രമായി ആ, അധീനതയിലാക്കാനും വേണ്ടിയാണ്. ചില മേഖലകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചില പ്രദേശങ്ങളോ ചില ഭൂമികളോ അല്ല. അതിലപ്പുറം ജനജീവിതം എപ്പോഴും ആശ്രയിക്കുന്ന ചില കാര്യങ്ങൾ ചൈനയുടെ നിയന്ത്രണത്തിലാക്കണം. ഇത് ലോകത്തെ തന്നെ വലിയ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം ചൈന അത് ചെയ്യും. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് അങ്ങനത്തെ ഒരു സെന്റിമെന്റൽ അപ്രോച്ച് ഒന്നും ഒരു രാജ്യങ്ങളോടും ഇല്ല എന്നുള്ളതാണ്. ഒരു പൊതുവെ പറഞ്ഞാൽ സഹാക്കന്മാരോട് പോലും ചൈനയ്ക്ക് അത്തരമൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോട് പോലും ചൈനയ്ക്ക് അത്തരമൊരു അനുകമ്പയോ സഹതാപമോ ഇല്ല. തങ്ങളുടെ രാജ്യം വളരുക, തങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുക, മറ്റു രാജ്യങ്ങളെ തങ്ങളുടെ കാൽ കീഴിലാക്കുക, ഇതുമാത്രമാണ് ചൈന എപ്പോഴും ആഗ്രഹിക്കുന്നത്. ചൈന അതിലേക്ക് തന്നെയാണ് തങ്ങളുടെ ശ്രദ്ധ എപ്പോഴും കേന്ദ്രീകരിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നമ്മൾ പുറത്തു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകം വളരെ ആശങ്കയിലാണ്. ആ ആശങ്കയുടെ കാരണം യൂറോപ്പിനെയും അമേരിക്കയും തകർക്കാൻ ചൈന ഒരു വമ്പൻ നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ആ ആശങ്കയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത്. എന്താണ് ഈ അമേരിക്കയും യൂറോപ്പിനെയും തകർക്കാനുള്ള ഒരു സാധനം ചൈനയുടെ കയ്യിലുള്ളത് എന്ന് ചോദിച്ചാൽ, അപൂർവ ലോകങ്ങളുടെ കയറ്റുമതി ചൈനയുടെ കയ്യിലാണുള്ളത്. ആ കയറ്റുമതിയിൽ പിടിമുറുക്കിക്കൊണ്ട് ലോകത്തെ തന്നെ ചൈനയുടെ കാൽക്കീഴിൽ കൊണ്ടുവരാൻ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലോകത്തെ തന്നെ വലിയ ആശങ്കയിൽ, അതായത് അമേരിക്കയും യൂറോപ്പിനെയും അടക്കം വലിയ ആശങ്കയിൽ നിർത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ലോകത്തിലെ അപൂർവ ലോഹങ്ങളുടെ ഉൽപാദനത്തിന്റെ 70 മുതൽ 80% വരെ നിയന്ത്രിക്കുന്നത് ചൈനയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ ഖനനം, സംസ്കരണം, കയറ്റുമതി തുടങ്ങിയ എല്ലാ മേഖലയിലും ചൈനയ്ക്ക് ഒരു ആധിപത്യമുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഇനി കഴിഞ്ഞ 10 വർഷമായി അമേരിക്ക, യൂറോപ്പ്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ അപൂർവ ലോക വിതരണത്തിനായി ആശ്രയിക്കുന്നതും ചൈനയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആശ്രയം വരുമ്പോൾ അതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന ഈ രാജ്യങ്ങളെയൊക്കെ തങ്ങളുടെ കാൽക്കീഴിലാക്കുക എന്നുള്ള ആശയം ചൈന മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഈ ലോകങ്ങൾ കൊണ്ട് ചൈനയ്ക്ക് എന്താണ് ഗുണം, അല്ലെങ്കിൽ ഇത് ചൈന നിയന്ത്രിച്ചാൽ നമുക്ക് എന്താണ് ദോഷം എന്നുള്ളത് സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയാണ്. എന്താണ് അപൂർവ ലോകങ്ങൾ? ഈ ചൈനയുടെ നിയന്ത്രണത്തിലായിരിക്കുന്ന, അല്ലെങ്കിൽ ചൈനയെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്ന ഈ അപൂർവ ലോകങ്ങൾ എന്താണ്? ഈ അപൂർവ ലോകങ്ങൾ എന്നത് റെയർ എർത്ത് എലമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ അപൂർവ ലോകങ്ങൾക്ക് അറിയപ്പെടുന്നത് ഇത് നിയോഡിമിയം, സിസ്പ്രോസിയം, ടെർബിയം, യൂറോപ്പിയം, സെരിയം തുടങ്ങി 17 പ്രധാന രാസഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ കുറെ ആളുകൾക്ക്, സാധാരണക്കാർക്ക് മനസ്സിലാകണമെന്നില്ല. ഈ ഈ ഒരു പറഞ്ഞ ഈ ഒരു എർത്ത് ലോകങ്ങൾ, അല്ലെങ്കിൽ ഈ ലോക അപൂർവ ലോകങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം, എന്താണ് ചൈനയ്ക്കുണ്ടാവുന്ന പ്രയോജനം എന്ന ആ കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. അതായത് ഈ സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ, ഇലക്ട്രോണിക് വാഹനങ്ങളുടെ മോട്ടോറുകളും, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് ടർബൈനുകൾക്കും, പ്രതിരോധ വ്യവസായത്തിൽ മിസൈൽ സംവിധാനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, ഉപഗ്രഹങ്ങൾ എന്നിവ നിർമ്മിക്കാൻ തുടങ്ങി തന്ത്രപ്രധാനമായ മേഖലകളിൽ അടക്കം അപൂർവ ലോകങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ ചൈന ഇത്രമാത്രം മസിൽ പിടിക്കുന്നതിന്റെ കാരണം മനസ്സിലായില്ലേ? ചൈനയെ ആശ്രയിക്കണം, ചൈന അവരുടെ കാൽക്കീഴിലേക്ക് ലോകത്തെ കൊണ്ടുവരാനാണ്. കാരണം നമുക്ക് ഈ സ്മാർട്ട് ഫോണുകൾ വേണം, കമ്പ്യൂട്ടറുകളുടെ നിർമ്മാണത്തിന് ഈ അപൂർവ ലോകങ്ങളുടെ പിന്നെ സാന്നിധ്യം ആവശ്യമാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെയും മോട്ടോറുകൾക്കും, പിന്നെ ഈ കാറ്റിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് ടർബൈനുകൾക്കും, അതായത് നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോയാൽ ഈ വിൻഡ് ടർബൈനുകൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ പ്രതിരോധ വ്യവസായത്തിൽ, അതായത് ആയുധങ്ങൾ നിർമ്മിക്കുന്ന മേഖലകളിൽ മിസൈൽ സംവിധാനങ്ങൾ, റഡാർ ഉപഗ്രഹങ്ങൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ നമുക്ക് ഈ അപൂർവ ലോകത്തിന്റെ ആവശ്യമുണ്ട്. അതിനെയാണ് നമ്മൾ ചൈനയിൽ നിന്ന് ആശ്രയിക്കുന്നത്. അവിടെ ഒരു പിടിമുറുക്കാനാണ് ചൈന ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ചൈന ഇതിൽ കൊണ്ടുവരുന്ന പുതിയ നിയന്ത്രണങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്.
ചില അപൂർവ ലോഹങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് ലൈസൻസ് നിർബന്ധമാക്കുമെന്ന് ചൈനീസ് സർക്കാർ പറയുകയാണ്. അതായത് ആ ലൈസൻസിൽ എന്തൊക്കെ കാര്യങ്ങളാകും ചൈന എഴുതി ചേർക്കുന്നത്, അത് മറ്റ് രാജ്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്നും കൂടി നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. സാങ്കേതിക പ്രതിരോധ മേഖലയിൽ ഉപയോഗിക്കുന്ന ഉയർന്ന ഗുണമേന്മയുള്ള അപൂർവ ലോഹങ്ങൾക്ക് ഇതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അമേരിക്കയുമായുള്ള വ്യാപാര സാങ്കേതിക യുദ്ധത്തിന്റെ ഭാഗമായുള്ള ഭൗമ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഈ നിയന്ത്രണങ്ങളുടെ പ്രധാന കാരണമെന്ന് ഈ രംഗത്ത് തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്ക ഇപ്പോൾ ഈ താരിഫൊക്കെ ഉയർത്തി അത്തരത്തിലുള്ള ഒരു വ്യാപാര ഒരു താരിഫ് യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധ സമയത്ത് തന്നെ ചൈന തങ്ങളുടെ കയ്യിലുള്ള കഴിവ് അല്ലെങ്കിൽ തങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ബോംബ്, കാരണം എല്ലാ മേഖലയിലും നമുക്ക് ഈ ലോകത്തിന്റെ ആവശ്യമുണ്ട്, അപൂർവ ലോകങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും ഈ ചൈന ഇത് നിയന്ത്രിക്കാൻ പോകുന്നത് ഈ അമേരിക്കയുടെ താരിഫ് കാരണം എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല അമേരിക്ക ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സാങ്കേതിക വിദ്യയിലെ വേർതിരിവ് തടയാനുള്ള ഒരു ശ്രമം കൂടിയാണ് ചൈന ഇതുവഴി ഉണ്ടാക്കുന്നത്. അതായത് അമേരിക്കൻ പ്രോഡക്റ്റ്, ഇന്ത്യൻ പ്രോഡക്റ്റ്, ജപ്പാൻ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വേർതിരിവുണ്ടല്ലോ, അത് ആക്കി ടെക്നോളജിയിൽ ചൈനയെ മാത്രം ആശ്രയിക്കുന്ന തരത്തിലേക്ക് നമ്മളെ നീക്കുക എന്നുള്ളതാണ്. ചൈനയുടെ ഈ നയം മാറ്റത്തെ തുടർന്ന് അന്തർദേശീയ പ്രതികരണങ്ങൾ വരെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അമേരിക്ക തങ്ങളുടെ ചിപ്സ് നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ക്രിട്ടിക്കൽ മിനറൽ സ്ട്രാറ്റജി തുടങ്ങിയ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പദ്ധതികളിലൂടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അമേരിക്കയ്ക്ക് വർഷങ്ങൾ വേണ്ടിവരുമെന്നുള്ളതാണ് ഒരു വെല്ലുവിളി. അമേരിക്ക ഈ ക്രിട്ടിക്കൽ മിനറൽ സ്ട്രാറ്റജി വരുന്നതോടുകൂടി അമേരിക്കയ്ക്ക് ആ പദ്ധതി അമേരിക്ക ആരംഭിച്ചിട്ടുണ്ട്. അത് ചൈനയ്ക്ക് കൂടിയുള്ള ഒരു താങ്ങലാണ്. പക്ഷേ ആ പദ്ധതി ആരംഭിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ അത്തരം പദ്ധതികൾ വരുന്നതോടുകൂടി ഈ പിന്നെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അമേരിക്കയ്ക്ക് വർഷങ്ങൾ വേണ്ടിവരും എന്നുള്ളതാണ്. അതായത് തങ്ങളുടെ നാട്ടിൽ തന്നെ, തങ്ങളുടെ രാജ്യത്ത് തന്നെ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നുള്ള ഒരു കാര്യം അമേരിക്ക കൊണ്ടുവരുമ്പോൾ അത് ഉടനെ തന്നെ ഇന്നോ നാളെയോ നടപ്പാവുന്ന സംഭവമല്ല. അത് വർഷങ്ങളെടുത്ത് അത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഉടനെ ഒന്നും ചൈനയെ അട്ടിമറിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഇത് വാങ്ങാതിരുന്നുകൊണ്ടോ നമുക്കിത് പെട്ടെന്ന് വളർച്ചയിലെത്താൻ കഴിയും എന്നുള്ളതല്ല. യൂറോപ്യൻ രാജ്യങ്ങളാവട്ടെ സ്ട്രാറ്റജിക് ഓട്ടോണമി ലക്ഷ്യമിട്ട് പുതിയ ഖനന പുനരുപയോഗ പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒരു അപൂർവ ലോക സഖ്യം രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ചൈന പണി തന്നാൽ ഇന്ത്യക്ക് തിരിച്ചെങ്ങനെ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. അമേരിക്കയെ പോലെ അല്ലല്ലോ ഇന്ത്യ കുറച്ചുകൂടി വേഗതയിൽ ചിന്തിക്കുന്ന ഒരു രാജ്യം കൂടി ആയതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ പുതിയ തീരുമാനമെടുത്തു. ജപ്പാനെയും ഓസ്ട്രേലിയയും കൂട്ടി നിർത്തിക്കൊണ്ട് ഇന്ത്യയുമായി ചേർന്നൊരു അപൂർവ ലോക സഖ്യം ഉണ്ടാക്കുക, അതുവഴി ചൈനയുടെ ഈ നീക്കത്തെ തകർക്കുക എന്നുള്ളൊരു നീക്കവുമായി ഇന്ത്യ മുന്നോട്ട് വരുന്നുണ്ട്. ഇനി ചൈനയുടെ ഈ ഒരു നയമാറ്റത്തിലൂടെ ലോകത്ത് എന്തൊക്കെ ആഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് സാങ്കേതിക വ്യവസായം, സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക് വാഹനങ്ങൾ, പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെയൊക്കെ വില ഒരുപാട് ഉയരുമ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണക്കാർ പെട്രോളിനും ഡീസലിൻ്റെ വില കൂടിയത് കൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വില ഒന്നിരട്ടിയായി വർദ്ധിച്ചാലുള്ള ഒരു കാര്യമൊന്ന് ആലോചിച്ച് നോക്കും. ഇത് മാത്രമല്ല, വിതരണ ശൃംഖലയിൽ കാലതാമസവും ക്ഷാമവും ഉണ്ടാകും. പ്രതിരോധ മേഖലയിൽ മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, റഡാറുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക, നമുക്കൊരു യുദ്ധം വന്നാലോ ഒരു സംഘർഷമുണ്ടായാലോ ഒക്കെ നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കാൻ നമ്മുടെ പ്രതിരോധ മേഖല എപ്പോഴും സജ്ജമായിരിക്കണം. അതിന് ആയുധങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് അപ്പുറം നമുക്ക് അതിലും വലിയ ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ വരാൻ ഒരുപാട് കാലതാമസം എടുക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ലോകം മുഴുവൻ യുദ്ധഭീഷണിയിൽ നിൽക്കുന്ന ഈ കാലത്ത് സാങ്കേതിക മുന്നേറ്റത്തിന് യാതൊരു പ്രധാന വെല്ലുവിളിയും ഭീഷണിയുമാകാൻ ഇതിന് സാധ്യതയുണ്ട്. അതായത് പറഞ്ഞു വരുന്നത്, നമുക്കറിയാം ലോകം മുഴുവൻ ഒരു യുക്രൈൻ പിന്നെ റഷ്യ യുദ്ധം, ഇസ്രായേൽ ഇറാൻ യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളും, ചെറുതും വലുതുമായ രാജ്യങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധഭീഷണി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തന്നെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക നമ്മളിലുണ്ട്. ആ ആശങ്ക നിലനിൽക്കെ തന്നെയാണ് ഇത്തരമൊരു ഈ ഒരു വെല്ലുവിളിയും നമുക്ക് ഭീഷണിയാകാം. ചൈനയുടെ ഇത്തരമൊരു വെല്ലുവിളിയും, അതായത് നമ്മുടെ പ്രതിരോധ മേഖലയിൽ അടക്കം ഈ എന്താ പറയുക,
കൈകടത്താൻ നമ്മുടെ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ വില കൂടാനും ഒക്കെയുള്ള ചൈനയുടെ ഈ ഒരു നീക്കത്തിൽ നമ്മൾ മുഴുവൻ ആശങ്കപ്പെടേണ്ടതുണ്ട്. അതൊരു വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട്. ചൈനയുടെ നിയന്ത്രണങ്ങൾ കാരണം വിപണിയിലെ വിലകൾ കുത്തനെ ഉയരും. ഇത് ശീതയുദ്ധം പോലെ പുതിയൊരു വിതരണ യുദ്ധത്തിന് കാരണമാകും. ഇപ്പോൾ താരിഫ് യുദ്ധമാണല്ലോ അമേരിക്കയിൽ നിന്ന് വന്നത്. ഇനി ചൈനയിൽ നിന്ന് വരുന്നതൊരു ശീതയുദ്ധമാകും. അതായത് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ലോകത്തിലെ ഭൂരിഭാഗം അപൂർവ ലോഹങ്ങളുടെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന ചൈന ഈ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ അത് ആഗോള ടെക് പ്രതിരോധ മേഖലകൾക്ക് കനത്ത ആഘാതമുണ്ടാക്കും. അപൂർവ ലോഹങ്ങളുടെ ഉപയോഗത്തിൽ അമേരിക്കയും യൂറോപ്പും ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചൈന ഏർപ്പെടുത്തുന്ന ഈ പുതിയ നിയന്ത്രണങ്ങളിലൂടെ അടുത്ത ഏതാനും വർഷത്തേക്ക് സ്മാർട്ട് ഫോണുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, പുനരുപയോഗ ഊർജം, മിസൈലുകൾ, റഡാറുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ അപൂർവ ലോഹങ്ങൾ ചൈനയുടെ നിയന്ത്രണത്തിലായിരിക്കും എന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ ഒക്കെ ആകെ തുക എന്ന് പറയുന്നത്. ഈ കാര്യത്തിലാണ് ലോകം വളരെ ആശങ്കയിലാകുന്നത്. ആദ്യം പറഞ്ഞതുപോലെ ചൈനയെ നമുക്ക് നമ്പാൻ കൊള്ളില്ല. ചൈന എപ്പോൾ വേണമെങ്കിലും പണി തരാം, ചൈന എപ്പോൾ വേണമെങ്കിലും ചതിക്കാം എന്നുള്ളതാണ്. ആ ചൈന ഇപ്പോൾ ഈ ശീത യുദ്ധം, അതായത് ഈ വിപണന യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നേരിടണം എന്നുള്ളൊരു ആശങ്ക ലോകത്തിനുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.